Hello my dear student, welcome to Race Classes. So കീമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഡിഫറൻസിയേഷനിലെ dy/dx കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. സോ ഒരു ക്വസ്റ്റ്യൻ കീമിന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും dy/dx കണ്ടുപിടിക്കാൻ. നോർമലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ dy/dx കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുക? ആദ്യം വിത്ത് റെസ്പെക്ട് x അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് y ഡിഫറൻഷിയേറ്റ് ചെയ്യും. അങ്ങനെ വിത്ത് റെസ്പെക്ട് x നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾ y ഉള്ള സ്ഥലത്തേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy/dx വരും. അങ്ങനെ dy/dx ഉള്ള ഒരു സൈഡിലേക്ക് എടുക്കും, dy/dx ഇല്ലാത്ത ഒരു സൈഡിലേക്ക് എടുക്കും, dy/dx കോമൺ ആയിട്ട് എടുക്കും. അങ്ങനെ കുറേ സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങൾ dy/dx കണ്ടുപിടിക്കുക. ഒരൊറ്റ സ്റ്റെപ്പിൽ ഡയറക്ട്ലി dy/dx കണ്ടുപിടിക്കാൻ അടിപൊളി ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, നിങ്ങൾ നേരെ ചെയ്താൽ dy/dx ഈക്വൽ ടു ഓക്കെ ഡയറക്ട്ലി ചെയ്താൽ dy/dx ഈക്വൽ ടു ഓക്കെ സോ dy/dx ഈക്വൽ ടു ചെയ്താൽ ഒരു മൈനസ് ഇടുക, ഒരു ബ്രാക്കറ്റ് ഇടുക, ഒരു ഫ്രാക്ഷൻ ഉണ്ടാക്കുക. സോ മേലെയും ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും, താഴെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. dy/dx നിങ്ങൾ ശ്രദ്ധിച്ചില്ല, എപ്പോഴും ഒരു ഫ്രാക്ഷൻ ആയിട്ട് വരിക. ഓക്കെ, സോ ഇവിടെ ഈ ഒരു എക്സ്പ്രഷനെ ആദ്യം എല്ലാ ടേമും ഇപ്പുറത്തേക്ക് എടുക്കാം കേട്ടോ, എന്നിട്ട് ഈ സൈഡ് 0 ആക്കാം. ഈ വണ്ണിനെ നിങ്ങൾ ഇപ്പുറത്തേക്ക് എടുത്ത് നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ, എന്നിട്ട് ഈ സൈഡ് 0 ആയി. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ബട്ട് വിത്ത് റെസ്പെക്ട് എക്സ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഒരു കോൺസ്റ്റന്റിനോട് എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുക അതേപോലെ തന്നെ നിങ്ങൾ വൈനോട് പെരുമാറാം. ഓക്കെ, സോ എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x വരും പ്ലസ് 2xy 2 കോൺസ്റ്റന്റ് ആണ്, അതേപോലെ വൈയും കോൺസ്റ്റന്റ് ആണ്. 2y ഒട്ടാകെ കോൺസ്റ്റന്റ് ആണ്. സോ എക്സിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്ടാവുള്ളൂ. എക്സിന്റെ ഡെറിവേറ്റീവ് 1 വരും. സോ 1നോട് 2y മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 2y വരും. ക്ലിയർ ആണല്ലോ? 2y കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ നിൽക്കും. എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യും, എക്സിന്റെ ഡെറിവേറ്റീവ് 1 വരും. 1നോട് 2y മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y വരും. പിന്നെ 2y സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിചാരിച്ചാൽ 2y സ്ക്വയർ ആണ് കോൺസ്റ്റന്റ് ആണ്, കാരണം y കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് y സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, 2y സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്താ ഇപ്പം 0 ആയിപ്പോ. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾ 0 ആക്കൂലേ, അതേപോലെ തന്നെ. ഓക്കെ, സോ അങ്ങനെ ന്യൂമറേറ്ററിന്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ ഒരു 1 കൂടി ഉണ്ടാവും. അതിന്റെ ഡെറിവേറ്റീവ് എന്തായാലും 0 ആണല്ലോ. ഡിനോമിനേറ്ററിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക, അതായത് വിത്ത് റെസ്പെക്ട് y ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മേലെ എന്താണോ ചെയ്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഈ മൈനസ് ഇടാൻ മറന്നു പറഞ്ഞേ, എപ്പോഴും മൈനസ് അവിടെ ഉണ്ടാവും. ആൻസറിന്റെ ഭാഗമായിട്ട് ഷോർട്ട് കട്ടിന്റെ ഭാഗമായിട്ടുള്ള മൈനസ് ആണത്. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് y ഡിഫറൻഷിയേറ്റ് ചെയ്യണേ. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നടക്കില്ല, കാരണം എക്സ് കോൺസ്റ്റന്റ് ആണ്, കാരണം എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ 2x ഒട്ടാകെ കോൺസ്റ്റന്റ് ആവും, വൈനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യും. 2x അവിടെ നിൽക്കും, വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. വൈനെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് y 1 വരും. 1നോട് 2x മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഫൈനലി എന്തിനെ വരും? 2x തന്നെ വരും. ഓക്കെ, പ്ലസ് ഇനി 2y സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 2y സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ വരിക? 4y വരും അല്ലേ. y സ്ക്വയർ ഡെറിവേറ്റീവ് 2y 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4y വരും. ഓക്കെ, അങ്ങനെ ഇത് 4y വരും. 2x + 4y ഇതാണ് dy/dx. ബട്ട് ഇവിടെ dy/dx അല്ല ചോദിച്ചത്, അറ്റ് y = 1. y = 1 ആവുമ്പോൾ dy/dxന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ y 1 പറഞ്ഞാൽ നിങ്ങൾക്ക് y ക്ക് ഇവിടെ 1 കൊടുക്കാം, ബട്ട് y ക്ക് 1 കൊടുക്കുമ്പോൾ x എന്താ കൊടുക്കാന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഈ ഷോർട്ട് കട്ടിന്റെ ഭാഗമായിട്ടുള്ളതല്ല, അത് ഈ ക്വസ്റ്റിന്റെ ഒരു സംഭവമാണ്. അപ്പോൾ ക്വസ്റ്റിനിൽ y ക്ക് 1 കൊടുക്കുക, അപ്പോൾ x എന്താ കിട്ടുക നോക്കാം നമുക്ക്. x² + 2x + 2 = 1 എന്ന് വരും അല്ലേ. നമുക്ക് ഈ y ഉള്ളിടത്തൊക്കെ 1 കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. സോ ഈ 1 എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ x² + 2x + 1 = 0 വരും. x² + 2x + 1 = 0. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും x + 1 ഹോൾ സ്ക്വയർ ആണെന്നുള്ളത്. x + 1 ഹോൾ സ്ക്വയർ = 0 എന്ന് വരും. തുടർന്ന് x = -1 ആണെന്ന് മനസ്സിലാവും. അപ്പോൾ x ന് -1 ഉം y ക്ക് 2 അങ്ങോട്ട് കൊടുത്താൽ, y ക്ക് 1 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ dy/dx ന്റെ വാല്യൂ = മൈനസ് ഓഫ് x ന് എന്താ കൊടുക്കേണ്ടത്? -1. സോ 2 × -1 -2 പ്ലസ് 2 × 1 2. സോ ന്യൂമറേറ്റർ 0 ആയല്ലോ. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ 0 ആയ സ്ഥിതിക്ക് എന്തായാലും ആൻസർ എന്ത് വരും? 0 വരും. സോ ഓപ്ഷൻ ഇ 0 ഇസ് ദ റൈറ്റ് ആൻസർ. ഇയും ഡി ഒക്കെ അങ്ങോട്ടും കൂടി തിരഞ്ഞെടുക്കാണ്. 0 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റൻ കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റൻ 2x + 2y = 2x + y. നോർമലി ഈ ക്വസ്റ്റൻ ചെയ്യാൻ വേണ്ടി ലോഗരിതം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റിക്കാറാണ് പതിവ്. ബട്ട് ഇത് തെറ്റിക്കാതെ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ഒറ്റ സ്റ്റെപ്പിൽ dy/dx ഇട്ടാൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സൈഡിൽ 0 ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ -2x + y എന്നുണ്ട്, അത് ഇപ്പുറത്തേക്ക് എടുക്കാം. ഓക്കെ, = 0. ഇനി നേരെ എന്ത് ചെയ്താൽ dy/dx = അങ്ങോട്ട് എഴുതാം, മൈനസ് ഓഫ് ചെയ്താൽ ഒരു ബ്രാക്കറ്റ് ആണ് തുറക്കുക. ഓക്കെ, ന്യൂമറേറ്ററിൽ എന്താ ചെയ്താൽ വിത്ത് റെസ്പെക്ട് x ഡിഫറൻഷിയേറ്റ് ചെയ്യുക, y നെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് 2x ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? a⁻x ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? a⁻x log a. ആ ഫോമിൽ അറിയാലോ, 2x log 2 എന്ന് വരും. ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കേണ്ട മക്കളെ, കാരണം അയാളുടെ ഡെറിവേറ്റീവ് എന്തായാലും 0 ആവും, അത് കോൺസ്റ്റന്റ് ആണ്. 2x + y ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x + y log 2. ഓക്കെ, ഇയാൾ കോൺസ്റ്റന്റ് ആണ്, ഇയാളുടെ ഡെറിവേറ്റീവ് എന്തായാലും 0 വരും. അപ്പോൾ അയാൾ എന്തായാലും കോൺസ്റ്റന്റ് 1 + 0 എന്ന് വരും. എന്തായാലും അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴത്ത് എന്താ വരാം? ഇതേ സാധനം ചെയ്യണം, വിത്ത് റെസ്പെക്ട് y ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2x ന്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2y ന്റെ ഡെറിവേറ്റീവ് 2y log 2 വരും, മൈനസ് 2x + y log 2. ഓക്കെ, dy/dx ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി x നും y ക്കും 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. x ന് 1 y ക്ക് 1. സോ മൈനസ് ഓഫ് minus of 2x. ഓക്കെ, സോ 2x എന്ന് പറയുമ്പോൾ 2 1 2. ഓക്കെ,
2 log 2 മൈനസ് 2 raised to x plus 5 എന്ന് പറയുമ്പോൾ 2 raised to 2 അതായത് 4 log 2 ഡിവൈഡഡ് ബൈ 2 raised to 1 2 log 2 മൈനസ് 2 raised to 2 അതായത് 4 log 2. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം എന്നാണ്. അത് രണ്ട് കട്ടായി പോയാൽ ആൻസർ എന്ത് വരും? ഈ മൈനസ് വന്നിട്ട് -1 വരും. സോ എക്സിനും വൈക്കും 1 കൊടുക്കുന്നതല്ലാതെ dy/dx വളരെ പെട്ടെന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എക്സിനും വൈക്കും 1 കൊടുത്തിട്ട് നിങ്ങൾ ആൻസർ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ബട്ട് dy/dx കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടാണ് ഈ വീഡിയോ. ഈ രണ്ട് ക്വസ്റ്റിലും dy/dx കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. dy/dx കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കീവൻ എക്സ്പെക്ട് ചെയ്യാം, എന്തായാലും ഉണ്ടാവും. ഈ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇതുപോലത്തുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യും.